അപ്പൊ നമ്മൾ സെക്കൻഡ് നോക്കാൻ പോകുന്നത് കൺവേർട്ടിംഗ് ഡേറ്റ ഫയൽ ടു സ്പീച്ച്. ഓക്കെ, ഓഡിയോ ആയിട്ട് നമ്മൾ, അതായത് ഒരു ഡേറ്റ ഫയൽ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിലെ കണ്ടന്റ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ഓഡിയോ ആക്കുന്നു. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുക എല്ലാം ഫ്രം GTTS import GTTS and import OS and text equal to. നമ്മൾ ആദ്യം ഇനി ചെയ്യേണ്ടത് ഫയലിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ടാണ് അല്ലെ. സോ ടെക്സ്റ്റ് ഈക്വൽ ടു ഓപ്പൺ, ഫയൽ നെയിം കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ demo.txt എന്ന് പറഞ്ഞൊരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, demo.txt ഫയൽ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതിയോ, ന്യൂ എടുത്തിട്ട് ഇവിടെ ഫയൽ എടുത്താൽ മതി. എന്നിട്ട് demo.txt എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഞാൻ demo.txt ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ എന്ത് ചെയ്യണം, demo.txt കൊടുക്കുന്നു ആൻഡ് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് 6. പിന്നെ എന്ത് വേണം, നമ്മള് ഞാൻ രണ്ടാമത്തെ ലൈനിലായിരുന്നു അല്ലെ, പിന്നെ ആ വേരിയബിൾ ഡോട്ട് റീഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, അതിന് പകരം ഞാൻ ഇവിടെ നിന്ന് വിളിക്കുകയാണ് കേട്ടോ, റീഡ് ഫംഗ്ഷൻ വിളിക്കുന്നു. ദെൻ ഇനി ലാംഗ്വേജ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. ലാംഗ്വേജ് സെറ്റ് ചെയ്യാണ്. ലാംഗ്വേജ് LANGUAGE, ലാംഗ്വേജ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ഓൾറെഡി ലാംഗ്വേജ് ഇവിടെ കാണാൻ പറ്റും നിങ്ങളെ, പലതരത്തിലുള്ള എന്താ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഹിന്ദിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതോ കണ്ട, HI ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം HI എന്ന് കൊടുക്കുക സിംഗിൾ കോഡില്. ദെൻ വേറെ എന്താ വേണ്ടത്, ഇനി ഒരു പഴയ ചെയ്ത സെയിം കോഡ് തന്നെ, വേറെ വ്യത്യാസം ഒന്നുമില്ല. ഔട്ട്പുട്ട് ഈക്വൽ ടു GTTS ഓഫ് ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ്. പിന്നെന്താ, ലാംഗ്വേജ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വേണമെങ്കിൽ ലാംഗ്വേജ് ഈക്വൽ ടു HI ഹിന്ദി കൊടുക്കുക. ഞാനിവിടെ വേരിയബിളിനകത്ത് നേരത്തെ ആക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. സ്ലോ ഈക്വൽ ടു ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ഇനി എന്താ വേണ്ട, സേവ് ചെയ്യണം അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് ഡോട്ട് സേവ്. അപ്പൊ ചിലക്കെങ്കിലും ഡൗട്ട് ആണ്, ഔട്ട്പുട്ട് ഡോട്ട് MP3 ഔട്ട്പുട്ട് ഡോട്ട് MP4 അങ്ങനെ കൊടുക്കണം, അങ്ങനെ ഒന്നും നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വേറെ പേര് കൊടുക്കുന്നത്, ചിലക്കെങ്കിലും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഔട്ട്പുട്ട് ഡോട്ട് MP4 3 എന്താന്ന് വെച്ചാൽ കൊടുക്കാം. ദെൻ OS ഡോട്ട് സിസ്റ്റം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. മാക് ആണെങ്കിൽ AF പ്ലേ കൊടുക്കുക, അതല്ല വിൻഡോസ് ആണെങ്കിൽ സ്റ്റാർട്ട് ഫയൽ. എന്താണോ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പേരെന്താണോ അവിടെ അത് തന്നെ കൊടുക്കണം. ഫയൽ ഔട്ട്പുട്ട് ഡോട്ട് MP4 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ, അങ്ങനൊന്നും നിർബന്ധമൊന്നുമില്ല തന്നെ കൊടുക്കണമെന്നൊന്നും. യെസ്, ഫിനിഷ്. ഇനി demo.txt ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ഹിന്ദി വാചകം ഇവിടെ എഴുതി വെച്ചിട്ടാണ് കേട്ടോ. ഹിന്ദി ആണല്ലോ നമ്മൾ ടെക്സ്റ്റ്. അപ്പൊ ഹിന്ദി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാം. റൺ ചെയ്യുന്നു. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, ക്യാർമ ഡീകോഡ് ബൈറ്റ് എറർ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ എൻകോഡ് ചെയ്യുമ്പോൾ മറ്റ് ലാംഗ്വേജ് ഒക്കെ എൻകോഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇഷ്യൂ വരും. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻകോഡിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻകോഡിങ് ഈക്വൽ ടു UTF. നിങ്ങൾ ഈ ജാങ്കോ പഠിക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഈ എൻകോഡിങ്ങിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് കേട്ടോ. UTF 8 കൊടുത്താൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ ക്ലിയർ ആയി വന്നോളൂ. ആണോ വന്നേക്കുന്നേ? ഓക്കെ അല്ലേ? ഇതിപ്പോ ഹിന്ദി ലാംഗ്വേജ് കൊടുക്കാതെ ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഇവിടെ വന്ന് ഡെമോക്കകത്ത് ഹിന്ദി കൊടുത്താൽ അത് സപ്പോർട്ട് ആക്കത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഡേറ്റ ഫയലിൽ നിന്ന് ഓഡിയോ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?